എന്നെ അടിച്ചു സാറേ, 2-3 പ്രാവശ്യം എന്നെ അടിച്ചു. അത് നിന്നെ അടിച്ചെങ്കിൽ നീ അടി കൊള്ളണം. കഥ തുറന്ന് നോക്കിയപ്പം കണ്ട കാഴ്ച ദുനിയാവിൽ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു രംഗമായിരുന്നു. മരിച്ചു നിൽക്കുന്നു. ഇവള് ഈ രാത്രി ഇത് സംഭവിച്ച നേരത്തെ ഇവക്ക് പറയാം, ഉമ്മ ഇക്ക ഇതുപോലെ പറഞ്ഞമ്മ, ഇവക്ക് എന്റെ മോനെ രക്ഷിക്കായിരുന്നു. പക്ഷെ ഇവള് പറഞ്ഞില്ല എന്റെ അടുത്ത്. അവള് കൊല്ലിച്ചതാണത്, മനഃപൂർവ്വം അവള് കൊല്ലിച്ചതാണ്. അല്ലാതെ വേറെ അവൻ സ്വയം ചെയ്യൂല. അവനിക്ക് വണ്ടിയൊക്കെ എടുത്ത കടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും ആത്മഹത്യ ചെയ്യൂല, മനഃപൂർവ്വം കൊല്ലിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ തുണിഞ്ഞ എങ്ങനെ ആണുങ്ങൾ ജീവിക്കും? മോനെ സംഭവിച്ച രാത്രി 10-10:30 വരെ ഞങ്ങളവിടെ ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞത്. റൂമിൽ ചെന്ന് കിടക്കണ കണ്ടപ്പോ സന്തോഷമായിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ട് കിടക്കണ കണ്ട്. പിന്നെ ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2 മണിക്ക് ശേഷം അവള് പറഞ്ഞു തന്നെയാണ് അവൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ആത്മഹത്യ ചെയ്തതിനു ശേഷം ഇവൻ മരിച്ചെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞങ്ങളാരും അറിഞ്ഞില്ല ഇവൻ മരിച്ചാണ് നിൽക്കണേന്ന്. ഇവള് രാവിലെ 2 പ്രാവശ്യം ആളിനെ പറഞ്ഞിട്ട് ഇവിടെ പരിസരം നിരീക്ഷിച്ചിട്ട് പോയെന്ന് പിന്നീടാണ് ആൾക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവള് മരിച്ചെന്ന് ഉറപ്പിച്ചതിന് ശേഷം കേസ് വരായിട്ടുള്ളൊക്കെ പോയി. ഞങ്ങള് ഒന്നും ചോദിച്ചില്ല, സ്വത്തോ മുതലോ സ്വർണോ ഒന്നും ചോദിച്ചില്ല. എന്റെ മോൻ സ്വർണം അങ്ങോട്ട് കൊണ്ടിട്ടാണ് കെട്ടിയത്. ഇവള് പല നാടകങ്ങളും കാണിച്ച് ഞങ്ങളെ കുരുക്കുകയാണ് ചെയ്തത്. എന്റെ മോന്റെ വണ്ടിയൊക്കെ കയ്യിലാക്കണം, അവനെ അങ്ങ് ആക്കണം, അങ്ങനെയുള്ള ഒരു ധാരണയായിരുന്നു അവക്ക്. ഇവളെ ഉമ്മ അതുപോലത്തെ ഒരു പെണ്ണാണ്. 3 മക്കളായിട്ട് ഭർത്താവിനെയൊക്കെ അടിച്ചു കളഞ്ഞ് കേസൊക്കെ കൊടുത്ത് കോടതിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ച അത് അവനിക്ക് 3 മക്കളെങ്കിലും ഉണ്ട് തെളിവായിട്ട്. എന്റെ മോനെ കൂടെ ജീവിച്ചിട്ട് ഒരു തെളിവുമില്ല. അതും കല്യാണം കഴിഞ്ഞപ്പോ 2 വർഷം പ്രേമിച്ച് കല്യാണമാണെന്ന് ഉറപ്പിച്ചിട്ട് അവന്റെ പറഞ്ഞ് മക്കളുണ്ടാക്കരുത്, പിന്നെ മക്കളുണ്ടാവാതിരിക്കും. അവള് നേരത്തെ കൂട്ടി എന്തോ പ്രശ്നത്തിന് മോളെ ചവിട്ടി നാട്ടുകാർ പറഞ്ഞതാണ്. അടിച്ച് ഒരുപാട് ഉപദ്രവിച്ച് ഇവളെ ഗർഭപാത്രമൊക്കെ ചവിട്ടി കലയ്ക്കാണ് വെച്ചിരുന്നത്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, അവനും അറിഞ്ഞില്ല. പിന്നീട് ഈ കേസ് കൊടുത്ത് കള്ള കേസ് കൊടുത്ത് ഞരമ്പറുത്ത് നാടകം കാണിച്ച് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ഇവിടെ നല്ല രീതിയിൽ ചിരിച്ചും കളിച്ച് ഇരുന്നിട്ട് ഇവളെ ഉമ്മായും ഇവളെ ഉപ്പുപ്പായും മാമായൊക്കെ വന്ന് ഇവളെ കൊണ്ട് ഫോണിൽ അന്ന് രാവിലെ 7 മണി തൊട്ട് 2 മണി വരെ ഇവള് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവര് തമ്മിൽ മോൻ രാവിലെ കഴിച്ച് പോയി. എന്റെ മോനെ എന്റെ മുമ്പായിട്ട് അടിച്ച് പല പ്രാവശ്യം അടിച്ച് അവളെ ഒരുപാട് ഉപദ്രവിച്ച്, മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ച് വിഷമിപ്പിച്ച്. അപ്പൊ അവനിക്ക് വേണ്ടെന്നാണ് അവൻ പറഞ്ഞു. ഞങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞു. ഞങ്ങൾ പള്ളിയിൽ പരാതി കൊടുത്ത് അവിടെ വെച്ച് അവര് സമ്മതിച്ച്, ബന്ധം തീർക്കാൻ വേണ്ടി സമ്മതിച്ച്. അപ്പൊ കൂടുതൽ പണം വേണം, സ്വർണം വേണം എന്നൊക്കെയാണ് അവൾ അവിടെ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകൊണ്ടു അടി വരെ നടന്ന് താഴെ ഇറങ്ങി വന്ന് അവര് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. താഴെ ഇറങ്ങി വന്ന് എന്റെ മോന്റെ ബൈക്കൊക്കെ ഇരുന്ന് അതിനെയൊക്കെ ചവിട്ടി പൊട്ടിയിടാ, പെട്രോൾ ടാങ്ക് പൊട്ടിയിടാ, കത്തിക്കാടാന്നൊക്കെ ഇവളെ തള്ളയും ഇവളെ മോനും കൂടെ പറഞ്ഞു. അപ്പൊ അവിടെ ആൾക്കാരൊക്കെ കൂടിയപ്പോ അതോടെ ഇവള് ഉമ്മായും മക്കളും കൂടെ സ്കൂട്ടി എടുത്തോണ്ട് പോയി. പിന്നെ ഒരുപാട് ചീത്ത വിളിച്ച്. നമുക്ക് അറിഞ്ഞൂടെ ഇവള് ഇങ്ങനെയുള്ള ഒരു കൊച്ചാണെന്ന്. ഞങ്ങൾ വിചാരിച്ചൊരു പാവപ്പെട്ട കൊച്ചല്ലേ, ജീവിക്കണമെങ്കിൽ ജീവിക്കട്ട്, അവനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ പ്രണയിച്ച കുട്ടിയാണ് കല്യാണം കഴിച്ചത്. അവനും അറിഞ്ഞില്ല. ഇവക്ക് നേരത്തെ ഇവനെയും പ്രേമിച്ച് ഇവക്ക് വേറെയും അഫെയർ ഉണ്ടായിരുന്നു. അത് അവനും അറിഞ്ഞില്ല, ഞങ്ങളും ആരും അറിഞ്ഞില്ല. വന്നതിന് ശേഷം അതിനെ പറ്റിയാണ് ഇവിടെ സംസാരം. റൂമിൽ അടിയായിരുന്നു. രാവിലെ തൊട്ട് ഇവിടുന്ന് കോളേജിൽ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് ഫോണിൽ സംസാരം. രാത്രി കതവ് അടച്ചിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഫോണിൽ സംസാരം. ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടെയായിരുന്നു, മനസ്സിലാക്കിയില്ല. ഇതവൻ കണ്ടുപിടിച്ച് ആ മൊബൈലിൽ മെസ്സേജ് കണ്ടുപിടിച്ച് അത് കേട്ടിട്ട് ഇവള് ഏറ്റില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ അങ്ങനെ എന്റെ മോൻ തന്നെ പെറ്റിഷൻ കൊടുത്തു മംഗലാപുരത്ത്. ഇവര് വിളിപ്പിച്ച് അന്നെ കേട്ടിട്ട് പറഞ്ഞ് ഒത്തീർത്ത് വിട്ടതേ ഉള്ളു. കേസെടുക്കുകയും നമ്മളടുത്ത് വേറെ ഒന്നും അനാവശ്യമായിട്ടൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ല. എന്നിട്ടും അവിടെ ഇരുന്ന കൗൺസിലിങ്ങിന് ഒരുമിച്ച് വിട്ടപ്പോഴത്തേക്ക് കൗൺസിലിങ്ങിനുള്ള കൗൺസിലിംഗ് നടത്തിയ പെണ്ണാപ്പറന്നോള് പറയണു. അപ്പൊ യവൻ സംസാരിച്ച് നേരെ പോണം എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അപ്പൊ എന്നിട്ട് അവൻ പറഞ്ഞു, എന്നെ അടിച്ചു സാറേ, 2-3 പ്രാവശ്യം എന്നെ അടിച്ചു. അത് നിന്നെ അടിച്ചെങ്കിൽ നീ അടി കൊള്ളണം. അവളുടെ ആ മേഡം, കൗൺസിലിങ്ങിന് ഇരുന്ന മേഡം പറഞ്ഞാണ്, നിന്നെ അടിച്ചാ നീ അടി കൊള്ളണം. അവളടുത്ത് പറഞ്ഞു കൊടുക്കണ, അമ്മാവി അടിച്ചാ നീ കേസ് കൊടുക്കണം, ഞങ്ങളെ മുമ്പിൽ വരണം. നാത്തൂന് അടിച്ചിട്ട് നീ നന്ദി വാ, ഞങ്ങള് കേസ് എടുക്കാം.
ഭർത്താവ് അടിച്ചെങ്കിലും ഞങ്ങളടുത്ത് വരണം, ഞങ്ങളെ കേസ് എടുക്കും. ഇതൊക്കെയാണ് ഒരു പെൺകൊച്ചിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടും കൊണ്ട് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് വാക്ക് എല്ലാം പറഞ്ഞു തീർത്തു. അവളെ വീട്ടിൽ പോയി, ഞങ്ങളെ കൂടെ വന്നില്ല. എന്നിട്ട് ഞങ്ങളെ കൂടെ വരാതെ അവിടെ വീട്ടിൽ പോയിട്ട് അവളെ ഉമ്മായ ആൾക്കാരും പറഞ്ഞ് വനിതാ കോടതിയിൽ പോയുള്ളൂ. വനിതാ കോടതിയിൽ പോയി ഞങ്ങളെ കേസ് കുരുക്കാൻ വേണ്ടി നിസാം എന്ന് പറഞ്ഞ ഒരു വക്കീലിന്റെ ബാക്കിൽ നിന്ന് പോയി അയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് ഞങ്ങളെ അവിടെ നിന്നും പറഞ്ഞു വിട്ട് ഞങ്ങൾക്ക് ഒരു തെറ്റുമില്ല. ഞങ്ങൾ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് ആ വക്കീലിന്റെ അടുത്ത്. ശരി ഇരിക്കട്ടെ, ഇതൊക്കെ ശരി തന്നെ, നിങ്ങളെ പേരിൽ കേസെടുത്താ ഞങ്ങൾ ഇല്ലാത്തതും പൊല്ലാത്തതൊക്കെ വെച്ച് കേസെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു കേസടിക്കുന്നു പറഞ്ഞു. ഞാൻ ജയിലിൽ വന്ന് കിടക്കണമെങ്കിലും കിടക്കാൻ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ 3 മാസം ഒരുമിച്ചുണ്ടായ സമയത്തും പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. നിരന്തരമുള്ള ഉമ്മ വീട്ടിനകത്ത് വന്ന് എന്തോ പറഞ്ഞു കൊടുക്കണം. ഈ 2 വണ്ടിയൊക്കെ അവളെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് അവള് ജീവിക്കാൻ വന്നല്ല, സ്വത്ത് കയ്യിലാക്കാൻ വന്നേണ്. എന്നിട്ട് വേറെ കാമുകന്റെ കൂടെ പോയി ജീവിക്കാനാണ് അവള് തീരുമാനിച്ചത്. പക്ഷെ അതിനൊന്നും ഇവൻ വഴിപ്പെടാതെ നിരന്തരം പ്രശ്നമായിരുന്നു റൂമിനകത്ത്. പല ദിവസങ്ങളിലും രാത്രി അടിയും ബഹളവും കേട്ട് ഒച്ച കേട്ടാണ് എന്നെ വിളിക്കണം, അമ്മ ഓടിവാ അമ്മ എന്നതാ അടിച്ചുമ്മ, വീണ്ടും എന്നെ അടിച്ചുമ്മ, ഇനി നോക്കുമ്പോ എന്റെ ദേഹമൊക്കെ ബ്ലഡ് എടുക്കണേന്ന് അവൾ അള്ളി കീറണത്. ഇവക്ക് എന്തരാണെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ക്രിമിനലിനെയാണ് നഴ്സിംഗിന് പഠിക്കണത്. കോളേജിൽ പോയി കള്ളത്തനം പറഞ്ഞു. ഞാൻ 3 മണിക്ക് ഞാൻ കോളേജിൽ പോയി, ഇപ്പം കോളേജിൽ ഇല്ലായിരുന്നല്ലോ. ഒടുക്കം മേഡത്തിന്റെ അടുത്ത് എന്റെ മോൻ വന്നിട്ട് വിളിച്ച് കേട്ടാൻ പറഞ്ഞു, ഞാൻ അന്ന് മേഡം ഇല്ലായിരുന്നു, ലീവായിരുന്നു. എവള് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേക്ക് ഓർഡർ ചെയ്യാൻ പോയെന്ന് മേഡത്തിന്റെ അവിടെ. അപ്പൊ അത് കള്ളത്തരമല്ലേ പറഞ്ഞത്. പിറ്റേന്ന് മേഡത്തിന്റെ വിളിച്ച് കേട്ടാൻ പറഞ്ഞു, ഇല്ല അസ്ന 4 മണി വരെ ഉണ്ടായിരുന്നു. അവിടെ കള്ളം പറഞ്ഞു. അവരും കൂടെ നിന്ന് തന്നെ ചെയ്യിക്കുന്നത് പോട്ട്. എന്നിട്ട് എന്റെ മോൻ വിചാരിച്ച് ശരിയാവും, നേരെയാവും പക്വത ഇല്ലാത്തല്ലേ നേരെയാവും എന്ന് പറഞ്ഞു. പക്ഷെ അവള് അതീന്നും അതിനപ്പുറവും കടന്നു പോയി വനിതാ സെല്ലിൽ വരെ പോയി. അവിടെ പോയിട്ടും അവിടെയും ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ അവര് ഒത്തിയേർത്ത് വിട്ട്. ഞങ്ങളെവിടെ സ്വർണം വാങ്ങിക്കലോ വേറെ ഒന്നിനും അല്ല ഞങ്ങളിവിടെ ഇത് നടത്തുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി കോടതിയിൽ പോകാൻ പറഞ്ഞു, അല്ലെങ്കിൽ പള്ളി വരായിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി പരാതിയും കൊടുത്ത് ആ പരാതിക്ക് വിളിച്ചതിന് ശേഷമാണ് അവിടെ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അതിന്റെ 5ന്റെ അന്ന് എന്റെ മോൻ എന്നിട്ടും അവളെ ജീവിക്കാൻ വിളിക്കുകയാണ് രാത്രി. ഈ 2 മണിക്ക് അവളുമായിട്ട് ചാറ്റ് ചെയ്ത് വിളിച്ച് അപ്പോഴാണ് പറഞ്ഞത് എന്ത് പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. അവൻ ലെറ്ററിൽ എഴുതിയിരിക്കണം, മരണമൊഴിയിൽ എഴുതിയിരിക്കണം, എന്നെ അവള് ആണാണെങ്കിൽ തൂങ്ങിച്ചാവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ചെയ്യണത്. പക്ഷെ എല്ലാ റിപ്പോർട്ടും അവന് സ്വർണങ്ങൾ കൊടുത്തതും വാങ്ങിച്ചതും എല്ലാ കാര്യങ്ങളും മരണമൊഴിയിൽ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും പോലീസുകാർ നോക്കാനോ കൂട്ടാക്കിയില്ല. അവൻ മരിച്ചെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ പോലീസുകാർ വന്നില്ല. അവരെ നോക്കാൻ എന്താണെന്ന് സംഭവിച്ചെന്ന് പോലും നോക്കാൻ പോലീസുകാർ വന്നില്ല. ഇവിടുത്തെ രാവിലെ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ പോലീസും 3ന്റെ അന്ന് വന്നത്. ഇവിടെ നിന്ന് മെമ്പർ വന്ന് അറുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആത്മഹത്യ ചെയ്യണത് അറിഞ്ഞ് എനിക്ക് സുഖമില്ല, എനിക്ക് ഹാർട്ട് പ്രോബ്ലം ആയിരുന്നു, എനിക്ക് കിഡ്നി കരളൊക്കെ തകരാറായിരുന്നു. അപ്പൊ എന്തോ ടെസ്റ്റ് നടത്തണം, അതിന് ഹാർട്ടിന് എക്കോ എടുക്കണമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന്. അങ്ങനെ രാവിലെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവനും കിടക്കണം. രാവിലെ ഇവനെ വിളിക്കണ്ട, അന്ന് ശനിയാഴ്ച ദിവസമല്ലേ. അപ്പം വണ്ടി ഓട്ടമില്ല, VSSC ഓട്ടം പോകും വണ്ടി. അപ്പൊ അന്ന് ശനിയാഴ്ച ഇരുന്ന് വണ്ടി ഓട്ടമില്ല. അതുകൊണ്ട് ഇവൻ കിടന്ന് ഉറങ്ങട്ട് മക്കൾ ഉറങ്ങട്ട്. നമ്മള് ബുദ്ധിമുട്ടിക്കോ, അവൻ പകലില്ലാതെ വണ്ടി ഓടിയിട്ട് വരണതല്ലേ. അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് മൂത്ത മോളെ വിളിച്ചോണ്ടാണ് ആശുപത്രിയിൽ പോയത്. അവിടെ പോയി ഒരു 8 മണിയായതിനു ശേഷം അവന്റെ കൂട്ടുകാരൊക്കെ വിളിക്കണം, സുനീറാക്കായെ വിളിച്ചിട്ട് എടുക്കണില്ല, സുനീറാക്ക വന്നില്ല, വണ്ടി കണ്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴും ഇളയ മോൾ ഇവിടെ നിൽക്കുകയായിരുന്നു. അവളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, കഥ തുറന്ന് നോക്കിയപ്പം കണ്ട കാഴ്ച തുനിയാവിൽ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു രംഗമായിരുന്നു. മരിച്ചു നിൽക്കുന്നു. ഉടനെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി, അവളെ ഉടനെ നിലവിളിച്ച് കരഞ്ഞ ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവരെ അറുത്തിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇപ്പോഴത്തേക്ക് അവര് പറഞ്ഞു മരിച്ചു കഴിഞ്ഞു. അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇവള് ഈ രാത്രി ഇത് സംഭവിച്ച നേരത്തെ ഇവക്ക് പറയാം, ഉമ്മ ഇക്ക ഇതുപോലെ പറഞ്ഞമ്മ, ഇവക്ക് എന്റെ മോനെ രക്ഷിക്കായിരുന്നു. പക്ഷെ ഇവള് പറഞ്ഞില്ല എന്റെ അടുത്ത്. എന്റെ മോനെ കൊന്നിട്ട് അവള് മരിക്കട്ടെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇരുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് രാവിലെ ഞങ്ങള് കാണണ്ട, കഥ തുറന്ന് നോക്കിയപ്പോ അതില് കേക്കണം, അതിൽ എവിടെ ഫ്രണ്ടില് മൊബൈലില് മെസ്സേജ് വരുമല്ലേ, ആ മെസ്സേജിൽ കിടക്കണം, നീ എവിടെ പോയി ഒളിക്കൂടാ, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ പൂട്ടുവന്നു.
അത്രയ്ക്ക് വൈരാഗ്യം പറയാം. എന്റെ പൊന്നോ ഒരു തെറ്റും ചെയ്തില്ല. അവളെ പൊന്നു പോലെയാണ് നോക്കി, തറയിൽ വെക്കാതെ അവക്ക് എന്തൊരു വേണം പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഈ സമയമില്ല, വണ്ടി ഓട്ടം പോണല്ലേ. അവനും അതുപോലെ തന്നെ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഹോട്ടലിൽ കൊണ്ട് നമ്മളെ വീട്ടിലെ ഭക്ഷണം അവള് തിന്നൂല. അത് എന്താണ് തിന്നാത്തതിനായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. അത് തിന്നാതെ വിശന്ന് കിടന്നിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് റൂമിനകത്ത് ഇരുന്ന് പഠിച്ചതിന് ശേഷം അവൻ വരുമ്പോ വിശക്കണം എന്ന് പറയാം. അപ്പോഴവന്റെ ഞാൻ പറയും മക്കൾ കടയിൽ കൊണ്ട് വല്ല വാച്ച് കൊടുക്കും. അങ്ങനെ കൊണ്ടൊക്കെ പോയി വാച്ച് കൊടുത്ത് തിന്ന് നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചോള്. അന്ന് ഇവനെ അടി നടത്തി, ഇവനെ വീണ്ടും അടിച്ചതിന്റെ അന്ന് പിറ്റന്ന് അന്ന് രാത്രി ഇവള് ഇവിടെ കിടന്നതിന് ശേഷമാണ് ഇത് സംഭവിപ്പിക്കുന്നത്. ഇപ്പൊ ദീപകിന്റെ മരണം ഉണ്ടല്ലോ, ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സുധീറിന്റെ പേര് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ആ ഒരു മരണം കേൾക്കുമ്പോ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ എന്റെ മോനെ ഇതുപോലെയല്ലേ കൊന്നത്? ഒരു പെണ്ണിന്റെ വേദനല്ലേ എന്റെ മോനെ കൊന്നത്? അവൻ മരണപ്പെട്ടത് അവളെ ആയിട്ടല്ലേ? അവള് കൊല്ലിച്ചതാണത്, മനഃപൂർവ്വം അവള് കൊല്ലിച്ചതാണ്. അല്ലാതെ വേറെ അവൻ സ്വയം ചെയ്യൂല. അവനിക്ക് വണ്ടിയൊക്കെ എടുത്ത കടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെയൊന്നും ആത്മഹത്യ ചെയ്യൂല, മനഃപൂർവ്വം കൊല്ലിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ തുണിഞ്ഞ എങ്ങനെ ആണുങ്ങൾ ജീവിക്കും? നിയമ നടപടി ഞങ്ങളെ വിളിച്ച് മൊഴിയൊക്കെ എടുത്ത് ഞാൻ 2-3 പ്രാവശ്യം DGPക്ക് മുഖ്യമന്ത്രിക്കൊക്കെ അപേക്ഷ ഇട്ടിട്ട് അവിടുന്ന് അവര് കേസ് അന്വേഷണത്തിന് ഇവിടെ അയക്കുന്നുണ്ട്. പക്ഷെ ഇവര് അയഞ്ഞ് പതുക്കെയാണ് അവര് കേസ് എടുക്കണം. ഇവര് കേസ് എടുത്തെങ്കിൽ ഇവർ ഒന്നും നടപടിയിലോട്ട് നീങ്ങിയിട്ടില്ല, ഇന്ന് വരെ നീങ്ങിയിട്ടില്ല. ഞാൻ പോകുമ്പോഴൊക്കെ ചോദിക്കും എന്തായി സാറേ, മൊബൈലിന്റെ കാര്യം എന്തായി? അത് സീനിയാരിറ്റി ആയില്ല, അത് ഇപ്പോഴൊന്നും കിട്ടൂല, അത് ഇനിയും താമസിക്കും. അതെന്ത് സാറേ, അവൻ മൊഴിയെല്ലാം എഴുതി വെച്ചിരിക്കല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ താമസിക്കണം? അത് മരണമൊഴി വെച്ചൊന്നും കേസെടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു അപ്പൊ മൊബൈലിലെ തെളിവാ, അത് മൊബൈലിൽ അവൻ വിളിച്ചിട്ടില്ല, മെസ്സേജ് ഇട്ടിട്ടില്ല, ഒന്നും അവൾ ഇട്ടിട്ടില്ല എന്നാണ് അവള് പറയണേന്ന്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇത് സംഭവം നടക്കും മുമ്പ് ഇവളെ കാതില് കമ്മല് കൊണ്ട് മുറിഞ്ഞിരുന്നു. ആ കമ്മല് കൊണ്ട് മുറിഞ്ഞ ഇവളെ ദേഹത്ത് ബ്ലഡ് നിൽക്കൂല, ബ്ലഡ് കോട്ടാവാത്ത അസുഖമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം കയ്യില് കുപ്പിയോട് കൊണ്ട് മുറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയണം 4-5 ദിവസം ഇവക്ക് ബ്ലഡ് നിൽക്കൂലായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഇവളെ ശരീരത്തിന് ബ്ലഡ് നിൽക്കൂല എന്ന് പറഞ്ഞു. ഈ കാതിൽ ചെറിയ കടക്കമ്മല് കൊണ്ടിട്ട് ആ കമ്പി കയറിക്കൊണ്ടാണ് കാതിലകം മുറിഞ്ഞത്. അതിന് ആ ബ്ലഡ് നിൽക്കാത്തതിന് അവളെ തള്ള ഉടനെ ഫോട്ടോ എടുത്ത് ആ വീഡിയോ എടുത്ത്, അതിനു മുമ്പ് അല്ലാതെയും വീഡിയോയും മെസ്സേജൊക്കെ അവള് പിടിച്ചു വെച്ചിരിക്കണം. നമുക്ക് അറിഞ്ഞൂടാ, ഇത് കള്ളം നമ്മളെ കുരുക്കാനാണ് ഇത് ചെയ്യണേന്ന് എനിക്കും അറിഞ്ഞൂടായിരുന്നു. ഈ വീഡിയോ കാണിച്ചാണ് ഈ നരം പറക്കൽ പരിപാടി കാണിച്ചത്. അവളുടെ ഷൗക്കത്ത് എന്ന് പറഞ്ഞ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി, ആംബുലൻസ് 2 ആംബുലൻസ്, ജീപ്പ്, പോലീസുകാർ, ഇതൊന്നും ഞങ്ങൾ അറിയണില്ല. ഇവര് ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്നാണ് ഞങ്ങളെ നാറ്റിച്ച്. ഇന്ന് വരെ ഞങ്ങളെ വില വിട്ട് ഞങ്ങൾ പെരുമാറിയിട്ടില്ല. ആ സ്ഥാനത്ത് അവള് വന്ന് കയറി 3 മാസത്തിനകത്ത് എന്തെല്ലാം കാണിച്ചു കൂട്ടാനുണ്ടോ വീട്ടിനകത്ത് അതെല്ലാം കാണിച്ചു കൂട്ടി. കല്യാണം നടത്തിച്ചത് ഞങ്ങൾ ഒരു സ്വത്തോ മുതലോ ഒന്നും ചോദിച്ചില്ല. പാവപ്പെട്ട കൊച്ചെന്ന് മോൻ പറഞ്ഞു, വാപ്പ ഇല്ലാതെ ജീവിച്ചതാണ്, കെട്ടമ്മ എനിക്ക് അവളെ മതി, എനിക്ക് നിങ്ങൾ വേറെ നോക്കണ്ട എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. പക്ഷെ കെട്ടിച്ചതിന് ശേഷമാണ് അവളെ സ്വഭാവം മൊത്തം ഞങ്ങൾ അറിയണം. അവനിക്ക് നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വെളിയിറങ്ങാൻ സമ്മതിക്കൂല, ഇവിടെ തലമുടി വെട്ടാൻ സമ്മതിക്കൂല, താടി ഒതുക്കാൻ സമ്മതിക്കൂല. എന്നാ അവളെക്കാളും സൗന്ദര്യം കൂടിപ്പോയി എന്റെ മോനിക്ക്. അപ്പൊ അവൻ ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ നടക്കാനാണ് അവള് ചിന്തിച്ചത്. മൊബൈല് മരിച്ച മോമിന്റെ അന്ന് അവര് പോലീസുകാർ എടുത്തോണ്ട് പോയി. ഈ 6-7 മാസമായിട്ടും അതിലെ തെളിവ് കിട്ടാൻ സാധ്യതയില്ലേ? എത്രയോ പേര് മരിച്ച അപ്പോൾ തന്നെ അവർ ആ മൊബൈലിലെ റിപ്പോർട്ട് കിട്ടുന്നു. പക്ഷെ ഇവർ അതൊന്നും എടുത്തിട്ടില്ല. എടുത്തോ ഇവര് നമ്മുടെ അടുത്ത് പറയാത്തതാണോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ കേസെടുക്കാൻ പറ്റൂല, മൊഴി കിട്ടിയില്ല, തെളിവ് കിട്ടിയില്ല. ഇതാണ് ഈ 7 മാസം കൊണ്ട് ഇവിടെ പറഞ്ഞു വരണത്. ഡെയിലി വരും. കാലത്ത് 6 മണിക്ക് വരും, വൈകുന്നേരം 4 മണിക്ക് 5 മണിക്ക്. അവളെ ജോലി കഴിഞ്ഞാ അവള് പഠിച്ചിഞ്ഞ് കാരണത്തിനകത്ത് വെച്ച് അവളെ ഉമ്മായും അവളെ സഹോദരനും കൂടെ അഞ്ഞു വരും ബാക്കിൽ വന്ന്. എന്തൊരു പറഞ്ഞു കൊടുക്കണം കേട്ടോ നമുക്ക് അറിഞ്ഞൂടാ. അവര് വന്ന് ഇരുന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് അങ്ങ് പോവും. ഇവൻ രാത്രി 7 മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് വരും. അപ്പോൾ അവൻ അവിടെ പ്രശ്നമുണ്ട്. ഭക്ഷണം വരെ അവനിക്ക് 1 ഗ്ലാസ് വെള്ളം വരെ അവള് കൊടുത്തിട്ടില്ല. ഈ 3 മാസവും ഞാനാണ് അവനിക്ക് വ്യാപിച്ചിറക്കി കൊടുക്കുന്നത്. വ്യാപിച്ച് അവൻ വരുമ്പോ ചായ ഇട്ട് കൊടുക്കും, ചോറിട്ട് കൊടുക്കും, എല്ലാം ചെയ്യും. അവള് പഠിക്കുകയല്ലേ, കഥവടച്ചിരുന്ന് പഠിക്കണം, മൊബൈലിൽ വിളിക്കണം, നമുക്ക് അറിഞ്ഞൂടാ. അവന്റെ വിശ്വാസം പഠിക്കണം എന്നാണ്. അതുകൊണ്ട് പറയും ഉമ്മ ചായ ഇട്ടുണ്ടോ അമ്മ, ചോറിട്ടുണ്ടോ അമ്മ, ഉമ്മ എന്തരുണ്ട് ഉമ്മ തിന്നെ. എന്റെ പൊന്നുപോയി
എന്നെ അങ്ങനെയാണ് എന്നെ വെച്ചിരുന്നത്. എന്റെ രാജാവായിരുന്നു, എന്റെ ചെല്ല രാജാവായിരുന്നു. അല്ലോ എനിക്ക് സഹിക്കാൻ പറ്റൂല. കിടന്ന രാത്രി ഉറക്കമില്ല. എന്റെ അപ്പിനെ ഓർമ്മയാണ്. എന്നെ ഇച്ചിപ്പൊന്നും പറഞ്ഞിട്ടില്ല. 15 വയസ്സ് തൊട്ട് അവൻ കഷ്ടപ്പെട്ട് ഉമ്മായെയും വാപ്പായെയും സംരക്ഷിച്ച് ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങളെ നോക്കി വന്ന മോനായിരുന്നു. അങ്ങനെയാണ് ഇവളെ പ്രേമിച്ച് വേറെ കല്യാണം നോക്കിയിട്ട് അവൻ താമസിച്ചില്ല കെട്ടിക്ക്. ഇവള് ഭീഷണിപ്പെടുത്തി, നീ വേറെ പോയി കെട്ടിയ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവള് പറഞ്ഞില്ല ആത്മഹത്യ. അപ്പൊ എന്റെ മോനെ കൊന്നിട്ട് എവളെങ്ങനെ ജീവിക്കണത്? ഒരുമിച്ച് ചാവാ, ഇക്ക ഗുളിക കൊണ്ടുവന്ന് മൊബൈലിൽ കൂടെ കാണിച്ചു കൊടുത്ത് വാ തിന്നു നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന്. അങ്ങനെ പറഞ്ഞോള് രാഖി രാമൻ എന്റെ മോനെ കൊന്നിട്ട് എവളെന്തിനു ജീവിച്ചിരിക്കണത്? ഇവള് ജീവിക്കാൻ പാടില്ല. എവളും അതുപോലെ ചെയ്യണം. എന്നാൽ അവളെ ഉമ്മാക്ക് അതേപോലെ ഒരു നഷ്ടം വരണമെങ്കിൽ എന്റെ വേദന അവൾ അറിയുള്ളൂ. അവക്ക് എന്തെങ്കിലും ശിക്ഷ, കഠിനമായ ശിക്ഷ അവക്ക് കൊടുക്കണം. നിയമത്തിന്റെ മുമ്പിൽ അവക്ക് കൊടുത്തിരിക്കണം. തള്ളമാര് ഇതുപോലെ ഓരോ ആണുങ്ങളെ ഇങ്ങനെ കൊന്നു കഴിയുമ്പോ ഈ ലോകം എവിടെ പോയി അവസാനിക്കും? എനിക്ക് അറിഞ്ഞൂടെ എവിടെ പോയി അവസാനിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് 7 മാസം കഴിയാണല്ലോ. അപ്പൊ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ പോലീസ് സ്റ്റേഷനും മറ്റേ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ? അല്ല അങ്ങനെ ഒരു പിടിയില്ല. നമ്മൾ അഡ്വക്കേറ്റ് മഞ്ചൂര് ഞാൻ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവിടെ നിന്ന് ഒരു അഡ്വക്കേറ്റിനെ വെച്ചെന്ന് ആ അഡ്വക്കേറ്റ് പറയണ ഇതില് കേസെടുക്കാനുള്ള തെളിവൊന്നുമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തന്നെ. നിങ്ങളെ മോൻ മരിച്ച മോൻ തിരിച്ചൊന്നും വരൂല. ഇത് കേസെടുക്കാൻ മരണം വഴി വെച്ചൊന്നും കേസെടുക്കാൻ പറ്റൂല എന്നാണ് ആ അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെയൊക്കെ കേട്ടിട്ടും വീണ്ടും എന്റെ മനസ്സിനകത്ത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവൂലല്ലോ. വീണ്ടും DGPക്ക് പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവര് അന്വേഷണം തൃപ്തികരമല്ല. അവളെ കൊന്നതുപോലെയുള്ള അന്വേഷണമാണ് പോലീസുകാർ കാണിക്കുന്നത്. അവളെ വീട്ടിൽ പോയി അന്വേഷിക്കുക, തിരക്കി, അവളെ നാട്ടുകാരടുത്ത് പോയി തിരക്കി, അവളെ ഒപ്പുപ്പായോട് ഇതിനെല്ലാം ഒപ്പുപ്പായും മാമായും സഹോദരനും ഉമ്മായും ഒക്കെ ഇതിന് മെയിൻ ആയിട്ട് നിന്നാണ് എന്റെ പിള്ളയെ കൊന്നത്. അവരെയൊക്കെ ചോദ്യം ചെയ്യുക, അവരെ സ്റ്റേഷനിൽ വിളിപ്പിക്കുക ഒന്നും ഇവരാരും ചെയ്തിട്ടില്ല. ഈ പോലീസുകാർ ചെയ്തിട്ടില്ല. പോലീസുകാരടുത്ത് പറയണം അവളെ ചെവിയെന്ന് ബ്ലഡ് വരണം. ഞാനും എന്റെ മോനും അടിച്ചാണ് അവളെ ചെവിയെന്ന് ബ്ലഡ് വരണേന്ന്. ബ്ലഡ് വന്നത് കമ്മല് കൊണ്ട് മുറിഞ്ഞു വന്നതാണ്. അതിനെ അവള് നേരത്തെ കൂട്ടി വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. അപ്പൊ അതാണ് അവിടെ കാണിച്ച് പോലീസുകാരെയൊക്കെ കാണിച്ച് വരട്ടി വെച്ചേക്കുന്നത്. നമ്മൾ അറിഞ്ഞിട്ടില്ല. അവളെ ദേഹത്ത് അവൾ ആ റിപ്പോർട്ടൊക്കെ ഉണ്ട്. അവളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത കോടതിയിൽ വരുമ്പോ ഇവളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്താലും ഇവർക്ക് അറിയാൻ കഴിയും രക്തം കോട്ടാവൂല എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അവൾ നേരത്തെ കൂട്ടി അവർക്കൊക്കെ അറിയാം. അവര് പ്ലാൻ മനഃപൂർവ്വം എന്റെ മോനെ കുരുക്കിച്ചതാണ്. കൊന്നത്. അവനിക്ക് 2 വണ്ടി അടക്കണം. അവനിക്ക് വേറെ സ്വത്ത് മുതലൊന്നും ഇല്ല. എനിക്കും ഇല്ല കയറി കിടക്കട. എന്റെ മോളെ കൂടെയാണ് ഞാൻ കിടക്കണം. ഇപ്പൊ ഈ വസ്തു അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 26 ലക്ഷം രൂപ ഞാൻ അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. എന്റെ മോനെ കൊന്നിട്ട് ഞാൻ കൊടുക്കണമെന്ന് അവൾക്ക് അങ്ങോട്ട് എനിക്ക് ആരുമില്ല. ഇനി എനിക്ക് എന്നെ നോക്കാൻ, എനിക്ക് വേല ചെയ്ത് തരാനോ, എനിക്ക് ഭർത്താവില്ല, എനിക്ക് വേറെ ആമക്കളില്ല, 2 പെൺമക്കളുണ്ട്. അത് അവരെ കുടുംബ ജീവിതം നോക്കിയാണ് അവർ ജീവിക്കണം. അവരെ എന്നെ നോക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല, ഒരു ഉറപ്പുമില്ല. ഞാൻ ആരെടുത്ത് പോകും, ഞാൻ എങ്ങനെ ജീവിക്കും എന്നിട്ട് എനിക്കും അറിഞ്ഞൂടാ. എങ്ങനെ പോകും എന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ല. ആ ഒരു വിഷമം കൊണ്ട് കിടന്നാ ഉറക്കമില്ല. വക്കീലിനെ പോയി കാണാൻ വക്കീൽ പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് പോലീസുകാർ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്താലേ അവർക്ക് കോടതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കോടതിയിൽ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കേസൊക്കെ ഫയൽ ചെയ്ത് രണ്ട് കേസ് എന്തോ കോടതിയിൽ ഫയൽ ചെയ്ത്, ഫാമിലി കോർട്ടിലും കുടുംബ കോടതിയിലും കൂടെ അവൾ ഈ നഷ്ടപരിഹാരം കേട്ടതിന് വക്കീല് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ വിവരമൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ഇങ്ങനെ പറയും തോറും മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോകണം. അവന്മാരെ വിചാരിക്കണ ഇതിനെ തേച്ച് മാച്ച് കളയുക. മരിച്ചവൻ മരിച്ചില്ലേ, ഇനി ആർക്ക് കേസ് എടുക്കാൻ? അതാണ് ഈ പോലീസുകാർ ചിന്തിച്ചിരിക്കുന്നത്. ഇവള് പഠിക്കല്ലേ, ഇവൾക്ക് പഠിച്ച് ഇറങ്ങിക്കഴിയാൻ നോക്കും നല്ലൊരു ഭാവി ഉണ്ടാവും. ജയിലിൽ കൊലയാളി ഒരിക്കലും ഭാവി ഉണ്ടാവൂല. കൊലയാളി ആയത് എന്നും മരിക്കുന്നവരെ അവൾ ഇനി കൊലയാളി തന്നെ.